തമിഴ്നാട്ടിലെ മുന്തിരിപ്പാടങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സായന സവാരി. കമ്പത്തെ മുന്തിരിപ്പാടത്തിലേക്ക്. വിളവെടുപ്പ് സീസണിൽ മാത്രമല്ല, ഏത് ദിവസം ചെന്നാലും പഴുത്ത് തുടുത്ത് കിടക്കുന്ന മുന്തിരിക്കുലകൾ അവിടെ നമുക്ക് കാണാമെന്നതാണ് അവിടുത്തെ കമ്പത്തെ പ്രധാന പ്രത്യേകത. കമ്പത്തെ ഈ മുന്തിരിപ്പാടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് ആണ്. അപ്പോൾ റിപ്പോർട്ടിലേക്ക്. കമ്പത്തെ മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ സായാഹ്ന യാത്ര. തമിഴ്നാടിന്റെ അതിർത്തി പട്ടണങ്ങളായ, പ്രത്യേകിച്ചും ഇടുക്കിയുടെ ചേർന്ന് കിടക്കുന്ന പട്ടണങ്ങളായ കമ്പവും ഗൂഡല്ലൂരും കേക്കേപ്പട്ടിയും ചുരുളിപ്പട്ടിയും ഒക്കെ മുന്തിരി കൃഷിക്ക് വളരെ പ്രശസ്തമാണ്. ഗ്രാമീണ മേഖലയിലെ പ്രധാന ഒരു വരുമാന മാർഗം തന്നെയാണ് മുന്തിരി കൃഷി. ഈ മുന്തിരി കൃഷി മാത്രമല്ല, ഇവിടെ ഈ കാർഷിക രീതികളൊക്കെ സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കാനുള്ള അവസരം ഇവിടെ കർഷകർ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും കുമളി കമ്പം പാതയിൽ ഗൂഡല്ലൂരിന് സമീപമാണ് ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് നേരിട്ടെത്തി മുന്തിരി കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മുന്തിരി കാർഷിക തോട്ടങ്ങളൊക്കെ, കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വർഷത്തിൽ 4 തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ്. പ്രധാന വിളവെടുപ്പ് കാലം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. എന്നാൽ കമ്പത്തെ മുന്തിരിപ്പാടങ്ങളിൽ എപ്പോഴെത്തിയാലും മുന്തിരി കൃഷിയുടെ കാഴ്ചകൾ ആസ്വദിക്കാം. ഏത് സമയവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് ഇവിടെ കൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, വളരെ മനോഹരം. മുന്തിരിയൊക്കെ നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്ന പച്ച മുന്തിരിയുണ്ട്, അത് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി സ്റ്റോറുകളൊക്കെ ഉണ്ട്. മുന്തിരി മേടിക്കാൻ നല്ല വിലക്കുറവുണ്ടല്ലോ, മുന്തിരി മേടിക്കാൻ പറ്റും. വയനും ഒക്കെയുണ്ട്, വാങ്ങിക്കുന്നവരുടെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഒരു വശത്ത് പച്ച മുന്തിരിയാണെങ്കിൽ മറുഭാഗത്ത് പഴുത്തു തുടുത്ത മുന്തിരിക്കുലകൾ. ചില ഭാഗത്ത് കൃഷിയുടെ തുടക്കം. മുന്തിരിക്കൊപ്പം മറ്റു കാഴ്ചകളും ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന പെൻസ്റ്റോക്ക് പൈപ്പിന്റെ മാതൃകയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ 5 ജില്ലകളെ കാർഷിക സമൃദ്ധമാക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളമാണ്. ആ വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ, ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഒരു മാതൃക, ഒപ്പം അണക്കെട്ടിന്റെ ശില്പിയായ പെന്നി കുക്കിന്റെ പ്രതിമ, അപ്പം നിരവധി കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മുന്തിരിപ്പാടത്തിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ഈ കാർഷിക ജില്ലകളുടെ ഒരു കാർഷിക രീതികൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ. കാരണം മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ് കമ്പവും ഗൂഡല്ലൂരും ഉണങ്ങിയ മേഖല. അതോടൊപ്പം ചേർന്ന് ഇവിടെ പൂക്കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, ചോളം, അങ്ങനെ നിരവധി കൃഷികൾ ഈ ഉള്ള മേഖലയാണ്. ആ ഒരു കൃഷികളുടെ എല്ലാം ഒരു മാതൃകകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ തോട്ടങ്ങളായിട്ടൊക്കെ കൃഷി ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സഞ്ചാരികൾക്ക് എത്തുമ്പോൾ തന്നെ ഇവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുന്തിരിപ്പാടത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കിയാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് ഏറെ ആസ്വാദികരമായ രീതിയിൽ ഇവയെല്ലാം ആസ്വദിക്കാൻ സാധിക്കും. നിരവധി ഫോട്ടോ പോയിന്റുകളുണ്ട്, ചിത്രങ്ങൾ പകർത്താൻ സാധിക്കും. അപ്പം തമിഴ്നാടിൻ്റെ പഴയകാല കാർഷിക രീതികൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുല്ലപ്പെരിയാറിൻ്റെ ഒരു കാർഷിക സംഭാവന, ഈ മേഖലയ്ക്ക് എങ്ങനെയാണ് സംഭാവന മുല്ലപ്പെരിയാർ നൽകുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. முள்ளியார் பெரிய அணை இருக்குல்ல நம்ம ஊரில், நம்மளுக்கு எல்லாத்துக்கும் 5 மாவட்டம் தண்ணி கொடுத்தவர். அவரோட நினைவாக வந்துட்டு இதை இப்போ ஸ்டார்ட் பண்ணியிருக்காங்க. அதான் ஸ்டார்ட் பண்ணாலும் எல்லா மக்களும் வந்துட்டு நிறைய பேர் வந்துட்டு நல்லா பார்த்துட்டு சந்தோஷமாக போகிறாங்க. எல்லாத்துக்கும் வந்துட்டு ഇത് മുഖ്യமாக பார்க்கக்கூடிய ഒരു മുഖ്യமான ഇടം. ഗ്രാമീണ തനത് കാർഷിക രീതികൾ ടൂറിസവുമായി കോർത്തിണക്കി കൊണ്ടുപോകുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കമ്പത്തെ മുന്തിരിപ്പാടങ്ങൾ. ഫാമിലി ഔട്ടിങ്ങിനായി എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്ന തരത്തിൽ നിരവധി ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. മുന്തിരിച്ചെടികൾക്ക് മുകളിലൂടെ ഒരു സൈക്കിൾ സവാരി, അല്ലെങ്കിൽ മുന്തിരിയുടെ കാഴ്ചകൾ ആസ്വദിച്ച് ഒരു കുതിര സവാരി, ആക്ടിവിറ്റികൾ ഏറെയുണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത യാത്ര ഈ മുന്തിരിപ്പാടത്തേക്കാകാം. കമ്പത്ത് നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18.